ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയൊരു ഫോൺ മേടിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിക്കോട്ടെ, മിഡ് റേഞ്ച് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫോൺ ആയിക്കോട്ടെ, നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ നല്ല ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ മേടിച്ചോടുന്നത്. ആപ്പ് ഓപ്പണിംഗ് ടൈമും സ്ക്രോളിങ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ ഫോൺ പതുക്കെ പതുക്കെ സ്ലോ ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് ഫോണ് ഇങ്ങനെ സ്ലോ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഈ വീഡിയോ ഉണ്ടാകേണ്ട മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ ഫോൺ മേടിച്ചിരിക്കുന്നു, ഈ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുള്ള ഫോൺ മേടിച്ചിരിക്കുന്നു, എന്നിട്ടും എൻ്റെ ഫോൺ സ്ലോ ആവണമെന്ന്. അതിന് കാരണം എന്താണ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 9 സ്റ്റെപ്സ് പറഞ്ഞുതരാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു, നിങ്ങളുടെ ഫോണ് മുമ്പത്തെ മാതിരി മേടിച്ച മാതിരി തന്നെ ഫാസ്റ്റ് ആയിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ മേടിച്ച ഫോൺ ആയിക്കോട്ടെ. ഈ 9 സ്റ്റെപ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക ഫാസ്റ്റ് ആയോ ഇല്ലയെന്ന്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഫസ്റ്റത്തെ റീസൺ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഭയങ്കരമായിട്ട് ലോ ആണെങ്കിൽ നമ്മുടെ ഫോണ് സ്ലോ ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ ഒരു 32 GB ഫോൺ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ 64 GB ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ 128 GB ഫോൺ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഇൻറ്റർണൽ സ്റ്റോറേജ് എത്രത്തോളം നമുക്ക് ഫ്രീ ആക്കി വയ്ക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ഫ്രീ ആക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വാട്സാപ്പിന് ഓഡിയോ മെസ്സേജസ്, വീഡിയോ മെസ്സേജസ്, പിന്നെ പിക്ചർ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജിലാണ് പോയിട്ട് സേവ് ആവുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ ഇൻറ്റർണൽ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇൻറ്റർണൽ സ്റ്റോറേജ് ഫ്രീ ആക്കി വയ്ക്കാൻ പറ്റും അത് നമ്മൾ ഫ്രീ ആക്കി വയ്ക്കുക. രണ്ടാമത്തെ റീസൺ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ടാവും. നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം അത് പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ കുറേ ആപ്ലിക്കേഷൻസ് ഇതിൽ ആവശ്യമില്ലെങ്കിലും കുറേ ആപ്ലിക്കേഷൻ ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൻ്റെ കുറേ റിസോഴ്സസ് അത് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റാം എടുക്കുന്നുണ്ട്, റാം കൺസ്യൂം ചെയ്യുന്നുണ്ട്, പ്രൊസസ്സർ യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണ് ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പോൾ നമ്മൾ റെയർലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഫോർ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ആദ്യം പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് എപ്പോഴെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയല്ലോ. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ റാം കൺസ്യൂം ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൊസസ്സർ യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോൺ സ്ലോ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കൾപ്രിറ്റ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ SD കാർഡാണ്. അപ്പോൾ ഈ SD കാർഡ് നമ്മൾ ലോക്കൽ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ചീപ്പായ മെമ്മറി കാർഡ് മേടിച്ചിട്ട് നമ്മൾ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ സ്ലോ ആവും. അറ്റ്ലീസ്റ്റ് നമ്മൾ ക്ലാസ് 10ൻ്റെ ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിൻ്റെ ഒരു മെമ്മറി കാർഡ് മേടിക്കുക. പിന്നെ അതും ക്ലാസ് 10 ആയിരിക്കണം. ക്ലാസ് 10 ആകുമ്പോഴാണ് കുറച്ച് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ സാൻഡിസ്കിൻ്റെ ഇങ്ങനത്തെ സാൻഡിസ്ക് അൾട്ര ക്ലാസ് 10ൻ്റെയാണ്, കണ്ടില്ലേ. അതേ സമയത്ത് നമുക്ക് HP ഉണ്ട്, 64 GB ക്ലാസ് 10ൻ്റെ. ഇങ്ങനത്തെ മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. നമ്മൾ ചീപ്പായി മെമ്മറി കാർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഫോൺ സ്ലോ ആവും. അപ്പോൾ നാലാമത്തെ റീസൺ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ കുറേ വിഡ്ജറ്റ്സ് നമ്മുടെ ഹോം സ്ക്രീനിൽ ഉണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ആ വിഡ്ജറ്റ്സൊക്കെ പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത വിഡ്ജറ്റ്സൊക്കെ കളയുക. ബിക്കോസ് ഇത് നന്നായിട്ട് ബാറ്ററിയും കൺസ്യൂം ചെയ്യും, നന്നായിട്ട് റാമും കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ വിഡ്ജറ്റ്സൊക്കെ ആദ്യം പോയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക. ഓക്കെ. അഞ്ചാമത്തെ റീസൺ നോക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ നമ്മുടെ ആനിമേഷൻസ് ഒന്ന് ലോ ആക്കി വയ്ക്കുക. ഓഫാക്കി വയ്ക്കാൻ പറയുന്നില്ല, ലോ ആക്കി വയ്ക്കുക. അപ്പോൾ ലോ ആക്കി വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും. മീൻസ് ബാറ്ററി നന്നായിട്ട് കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തത്, നമുക്ക് നമ്മുടെ പ്രൊസസ്സറിൽ അധികം ഭാരം വരില്ല. അപ്പോൾ നമ്മുടെ ഫോണ് ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. ഇതിപ്പോൾ പൊക്കോൻ്റെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പൊക്കോൻ്റെ ഫോണിൽ വേറെ മാതിരിയാണ്, നിങ്ങളുടെ ഫോണിൽ വേറെ മാതിരി ആയിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ പൊക്കോൽ ഫോണിൽ പോകുമ്പോൾ എബൌട്ടിൽ പോവുക, MIUI വേർഷൻ ഫോർ പൊക്കോ, അതിൽ നമുക്ക് 7 ടൈം ടാപ്പ് ചെയ്യുക. അപ്പോൾ നോ നീഡ്, യു ആർ ഓൾറെഡി ആൻ ഡെവലപ്പർ എന്ന് കാണിക്കും. വേറെ വല്ലതും ഫോണാണെങ്കിൽ ബിൽഡ് നമ്പറിൽ പോയിട്ട് നിങ്ങൾ 7 തവണ ടാപ്പ് ചെയ്യുക. സെറ്റിങ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ പോയിട്ട് നിങ്ങൾക്ക് ബിൽഡ് നമ്പർ ഉണ്ടാവും, അതിൽ പോയിട്ട് 7 തവണ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. ഡെവലപ്പർ ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് ഇവിടെ പോവുക. ഇവിടെ സെറ്റിങ്സിൽ സെർച്ചിൽ പോയിട്ട് ഡെവലപ്പർ സെർച്ച് ചെയ്യാം. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടേ കണ്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ നമുക്ക് ആനിമേഷൻ, വിൻഡോ ആനിമേഷൻ കണ്ടില്ലേ? ഇവിടെ ഞാൻ ഓൾറെഡി 0.5x ആണ് ആക്കി വെച്ചിരിക്കുന്നത്. നോർമലി ആനിമേഷൻ സ്കെയിൽ 1.5x ആണ് ഉണ്ടാവുക. നമ്മൾ ആനിമേഷൻ സ്കെയിൽ 0.5x ആക്കി വയ്ക്കുക. അതേമാതിരി ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിലും അത് 0.5x ആക്കി വയ്ക്കുക. ആനിമേഷൻ ഡ്യൂറേഷനും 0.5x ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് കാര്യങ്ങൾ നടക്കും. ബാറ്ററി കൺസപ്ഷനും കുറയും, പ്ലസ് പ്രോസസ്സറിലധികം ഭാരവും വരില്ല. അപ്പോൾ നമ്മുടെ ഫോണ് ഫാസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റീസൺ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഫോണിൽ കണ്ടിട്ടുണ്ട്, അവർ കുറേ ക്ലീനർ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുടെ ഫോണിൽ. അവരുടെ വിചാരം ഈ ക്ലീനർ ആപ്സ് അവരുടെ ഫോണിനെ ക്ലീനാക്കും, പിന്നെ നല്ല ഫാസ്റ്റായിട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ചെയ്യണത്. ഇത് ഭയങ്കര ആഡ്വേഴ്സാണ് നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു ക്ലീനർ ആപ്സും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ അത്രയ്ക്ക് സ്മാർട്ടാണ്. ഓട്ടോമാറ്റിക്കലി വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ലീനർ ആപ്സും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങളുടെ ഫോണിൽ ക്ലീനർ ആപ്സ് വലിയ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പോയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് അത് ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാവും. ബാറ്ററി കൺസ്യൂമിങ്, റാം കൺസ്യൂമിങ് ആണ്, പിന്നെ ആഡ്വേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണും ഭയങ്കര ഇതിൻ്റെ കാരണം സ്ലോ ആവാൻ ചാൻസ് അധികമുണ്ട്. അടുത്ത റീസൺ നമ്മുടെ ഫോൺ സ്ലോ ആവുന്നത്, നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സോഷ്യൽ മീഡിയ കുറേ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ ലൈറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് റാം കൺസ്യൂമിങ് ആണ്, പിന്നെ ഭയങ്കരമായിട്ട് പ്രൊസസ്സറിൽ ലോഡ് ഇടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് സ്ലോ ആവും. അപ്പോൾ എപ്പോഴും ഫേസ്ബുക്ക്, ട്വിറ്ററൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ലൈറ്റ് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. ലൈക്ക് ഫേസ്ബുക്ക് ലൈറ്റ്, ട്വിറ്റർ ലൈറ്റ്, മെസ്സഞ്ചർ ലൈറ്റ്, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അടുത്ത റീസൺ നോക്കുകയെന്ന് വെച്ചാൽ കുറേ പേര് അവരുടെ ഫോണിൽ ലോഞ്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യും, ഇപ്പോൾ അവരുടെ ഫോണിൻ്റെ ലുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലോഞ്ചേഴ്സ് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റായ ലോഞ്ചേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഞ്ചേഴ്സാണ് ഹൈപ്പീരിയൻ ലോഞ്ചർ, റൂട്ട്ലെസ് ലോഞ്ചർ, പിന്നെ വേറെ കുറേ ലൈറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ ആ ലൈറ്റ് ലോഞ്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഹെവി ലോഞ്ചേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത് നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യും, റാം കൺസ്യൂം ചെയ്യും, പ്രൊസസ്സറിലും നന്നായിട്ട് ലോഡ് ഇടും. അതുകൊണ്ട് ലോഞ്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ടുള്ള ലോഞ്ചേഴ്സ് യൂസ് ചെയ്യുക. അടുത്ത് നമുക്ക് വലിയ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വല്ലതും കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് 11 വല്ലതും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം റിവ്യൂസ് നോക്കുക. ആ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ സ്ലോ ആവുന്നുണ്ടോ, ബാറ്ററിക്ക് വല്ലതും പ്രശ്നം വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിന്. ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റ് വന്നോടനെ നിങ്ങൾ എക്സൈറ്റ്മെൻറ്റിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ പിന്നെയും സ്ലോ ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ചെയ്യുക. അതാണ് നിങ്ങൾ പോയിട്ട് ഹാർഡ് റീസെറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണ്. ഇപ്പോൾ എങ്ങനെയാണ് ഹാർഡ് റീസെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് വേറെ വേറെ ഫോണായിരിക്കില്ല, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഹാർഡ് റീസെറ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഹാർഡ് റീസെറ്റ് ഇൻഫോ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് വരും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ ഇവിടെ അടിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോണാണ് പോക്കോ X2, അപ്പോൾ പോക്കോ X2 സെർച്ച് ചെയ്യുക. അവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ കാണിക്കും പോക്കോ X2ൻ്റെ, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫോണ് ഹാർഡ് റീസെറ്റ് ചെയ്യുകയെന്ന്. അപ്പോൾ അതേമാതിരി നിങ്ങൾ പോയി ഒന്ന് ഹാർഡ് റീസെറ്റ് ചെയ്യുക. പക്ഷേ ഹാർഡ് റീസെറ്റ് ചെയ്യേണ്ട മുമ്പേ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ബാക്കപ്പ് ചെയ്യുക മെമ്മറി കാർഡിലത്തെ ഡാറ്റ ഒന്നും പോവില്ല, ഓൺലി ഇൻറ്റർണൽ സ്റ്റോറേജ് മാത്രമേ വൈപ്പ് ഔട്ട് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളുടെ മെമ്മറി കാർഡിലേക്കോ ലാപ്ടോപ്പിലേക്കോ നിങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഹാർഡ് റീസെറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ലാസ്റ്റിലേക്ക് നിങ്ങൾ വെച്ചാൽ മതി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും ഫോൺ ഹാങ് ആവാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഹാർഡ് റീസെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്